ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ രാഹുൽ ചേട്ടൻ ഇന്ന് ദുബായിലോട്ട് പോവുകയാണ്. അപ്പം ചേട്ടനെ കൊണ്ട് ഞങ്ങൾ എയർപോർട്ടിലാക്കും. ഞാനും സുജയ് ചേട്ടനും സായിയും കൂടാണ് പോകുന്നത്. അപ്പം സാധനങ്ങളെല്ലാം കാറിനകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് പോയി ഇറങ്ങും. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം പിന്നെ. ഞങ്ങൾ പോവാ. മോൻ പോകുന്നതിന്റെ വിഷമമാന്ന് തോന്നുന്നു. ടാറ്റ, പോട്ടെ ശ്രേയ, പോട്ടെ പോട്ടെ. വിനിതോട് പോവാ. സമയമായപ്പം ഇറങ്ങി ഓടി കേസായി. ചേച്ചി അപ്പം എല്ലാവർക്കും ടാറ്റ. സായി കേറ് ചേച്ചി, പോട്ടെ. ഓക്കെ, ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ എന്തായാലും ബാക്കി യാത്രയിലൂടെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, വഴിയിലൂടെ കിട്ടിയ എപ്പോ വന്നു? വർക്കലേന്ന് എപ്പോ വന്നു? വർക്കലേന്ന് എപ്പോ വന്നു? പോവാറായപ്പോഴേ എന്ന് വന്നെന്ന് ചോദിക്കുന്നത്. നല്ല ആളാ ഇത്. വ്ലോഗ് വരും കേട്ടോ, വ്ലോഗ് വരുവേ. വഴിയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇപ്പൊ ഡാണാപ്പടിയില് അടുത്ത ആളോട് യാത്ര പറയാനായിട്ട് വന്നേക്കുന്നത്. അത് രാവിലെയുടെ ഒറ്റ ചങ്ങാതി ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടൻ ഇവിടെ പാസ്പോർട്ടിൻ്റെ ഒക്കെ കോപ്പിയൊക്കെ എടുത്ത് കൊടുക്കുക. അത് മേടിക്കാനായിട്ട് വന്നതാണ്. എന്തായാലും ഉണ്ണിച്ചേട്ടനോട് ഇപ്പോൾ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകും. വഴിയിൽ കണ്ട ഒരു ജാഗ്വാർ 6:30 കൺഫ്യൂഷൻ. ഞാൻ കണ്ടില്ലടാ, ഞാൻ ആ കാണുന്ന ആ അരിപ്പാടം എന്ന് എഴുതിയേക്കുന്ന ആ വീട് അരിപ്പാടല്ല, അരിപ്പാടം അതല്ല ബൈക്കിരിക്കുന്നത്. സായിക്ക് അറിയാത്ത ഒരൊറ്റ സ്ഥലമില്ല, ഒരൊറ്റ വീടില്ല. ഒരു വണ്ടി 6:30 വരെ സായിക്ക് അറിയാന്നുള്ള. പിന്നെ ഇന്നലെ ചൂണ്ടയിടാൻ പോയിട്ട് പിടിക്കാൻ പറ്റി എന്തായാലും വേണ്ട. തവള പിടിക്കാൻ വന്നു. നീ ചൂണ്ടയിട്ടോണ്ടായിരിക്കും. ഇപ്പം ഗൈസ്, ഞങ്ങളങ്ങനെ കഴിക്കാനായിട്ട് ആലപ്പുഴയിൽ നമ്മുടെ സ്വന്തം സുഭാഷിയുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം ആലപ്പുഴക്കാർക്കും അത്യാവശ്യം ഫുഡിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ സുഭാഷ് ഹോട്ടൽ അറിയായിരിക്കും. ഇവിടുത്തെ ആലപ്പുഴയിൽ ഏറ്റവും നല്ല ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അത്യാവശ്യം റേറ്റും കുറവാണ്. നല്ല ഫുഡാണ് കിട്ടുന്നത്. എന്താ, നമ്മൾ പ്രൊമോഷനൊന്നും അല്ലല്ലോ, നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നു. അത് ജസ്റ്റ് നമ്മളെ കാണുന്നവരെയും കേൾക്കുന്നവരെയും കാണിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. പ്രൊമോഷനല്ല കേട്ടോ, നിങ്ങളാദ്യം അത് മനസ്സിലാക്കണം. പ്രൊമോഷനല്ല ഇത്, വെറും ഞങ്ങൾ കാശ് കൊടുത്ത് ഞങ്ങൾ കഴിക്കുന്നത്. ആ പ്രൊമോഷന് പറ്റിയ പേജൊന്നും ആയിട്ടും ഇല്ലല്ലോ നമ്മുടെ. ഓക്കെ, കാറിൽ നിന്ന് ഇറങ്ങട്ടെ. മറ്റേ ചേട്ടന് ഇവിടെ വന്ന് മല എറിയാനുള്ള പരിപാടിയാണ്. എറിയോ ഇല്ലയോ എന്ന് കണ്ടറിയാം. പുള്ളി ഇതുപോലെ നേരത്തെ അവിടെ വെച്ചും ഇങ്ങനെ കാണിച്ചു, പിന്നെ അങ്ങ് നടന്നങ്ങ് പോയി. വളരെ മനോഹരമായുള്ള കാഴ്ചയാണ്. ചേട്ടൻ എറിയുന്നു. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന സുഭാഷ് ഹോട്ടൽ ഇതാണ്. അപ്പം ബാക്കി നമുക്ക് അകത്തോട്ട് കയറി നമുക്ക് നോക്കാം. നിങ്ങൾ ഈ കോഴ്സാണ്, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവരുടെ മനസ്സ് നിറയണം, അതാണ് ശരിയായ കഴിക്കുന്നത്. ഇത് 100% ഇവിടുത്തെ സംബന്ധിച്ച് സത്യമായിട്ടുള്ള കാര്യമാണ്. അനുഭവമാണ്, അനുഭവം.
അവർക്ക് രണ്ടുപേർക്കും കിട്ടി. എനിക്കുള്ളത് വന്നു. രാവിലെ ഏട്ടൻ പറഞ്ഞേക്കുന്നത് അപ്പമാണ്. അപ്പം എന്തായാലും വരട്ടെ. ഞങ്ങൾ എന്തായാലും പതുക്കെ ഊണ് കഴിക്കട്ടെ. അങ്ങനെ ചെമ്മീനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെമ്മീൻ വന്നു. അപ്പത്തിനായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് നല്ല താറാവിൻ്റെ ഗ്രേവിയും കൂടെ സുഭാഷ് ചേട്ടൻ രാവിലെ ഏട്ടന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും തിരിച്ചു പോകുമ്പോൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോകും അല്ലയോ? സായൊക്കെ വളരെ ഇതായിട്ട് കഴിക്കും. സുജേഷ് ചേട്ടാ എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ഗൈസ് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എത്തി. ലുലു മോളിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയെന്ന്. പക്ഷെ ഭയങ്കര മഴയാണ്. നല്ല മഴയത്ത് അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ട്. ജയ്ഷേട്ടൻ വളരെ മികച്ച രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം വലുതായിട്ട് കാണാത്ത, ആദ്യമായിട്ട് എറണാകുളത്തോട്ട് വരുന്ന സായി ഓരോന്നും വളരെ കൗതുകത്തോടു കൂടി ആണ്. ഇതാ ലുലു മോള് കേട്ടോ. ഇതാ ലുലു മോള്. എറണാകുളം ആദ്യമായിട്ട് കാണുന്ന ഞങ്ങളുടെ സ്വന്തം സായി. ആറേ സായി ലുലു മോള്? ആറേ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലേ? നിനക്കറിയാമോ അതിന് ലുലു മോള് ആറയാന്ന്? ആറയാ പറയടാ. ആസിഫ് അലി എന്ന് പറഞ്ഞീ. ഇത് എറണാകുളം ഇങ്ങനെ പലതും കാണും ഇവിടെ. പെണ്ണുങ്ങളൊന്ന് കണ്ടോ? ലുലു മാള് കണ്ട് അത്ഭുതപ്പെടുന്ന സായി. സായി അതാണ് പാരഗൺ കേട്ടോ. അതിന്റെ അപ്പുറത്ത് മാരിയറ്റ്. എന്തായാലും എറണാകുളത്തെ ആദ്യത്തെ അനുഭവമാണ് സായിയുടെ. എന്താ ഇവിടുന്ന് ഓരോ ഷോറൂമും കാണുമ്പോ അവനിവിടെ കിടന്ന് അത്ഭുതപ്പെട്ട് കിടന്ന് നോക്കുക. ലുലു മോള് കണ്ടപ്പോ തന്നെയുള്ള ഇത് കണ്ടില്ലായിരുന്നു. അതെ. ലുലു മോള് തന്നെ കണ്ടപ്പോ കണ്ടില്ല എന്തുവാ ഇതെന്ന്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഞാൻ എടുത്ത് കാണിക്കും ഞാൻ. നീ ഗൈസ് നിങ്ങളിത് കേൾക്കണം ഗൈസ്. കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളു ലുലു മോള് കണ്ടു അയ്യോന്ന്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ആരത്ഭുതപ്പെട്ടെന്ന്. എടാ ഓന്ത് നിറം മാറത്തില്ലടാ ഇതുപോലെ സായി. സായി ആദ്യമായിട്ടല്ലേടാ എയർപോർട്ടിൽ ആദ്യമായിട്ടല്ലേ? പിന്നെ സ്വപ്നത്തിൽ വന്നവൻ. അടിപൊളി നല്ല ആളാ. എയർപോർട്ട് എത്തിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നോ? ബെസ്റ്റ്. ഗൈസ് സുജേഷ് ചേട്ടന് വഴി തെറ്റി ഗൈസ്. ഗൈസ് നല്ല ഡ്രൈവറാണ് ഗൈസ്. എയർപോർട്ട് കഴിഞ്ഞ് അങ്ങ് പോവാ. പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങ് പോയാനെ ഗൈസ്. ആര് തെറ്റിച്ച്? ഇവിടുന്ന് യൂട്ടേൺ പറ്റും. നല്ല അതിപ്പോഴും ഉണ്ട് അവിടെ. അതിപ്പോഴും ഉണ്ട്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ സായി അവിടെ നിന്ന് വായിച്ചു കണ്ടില്ലായിരുന്നു? അതുപോലെ ഒരു ബോർഡ് ഇപ്പുറത്തും ഉണ്ട്. ഞാൻ ഇവിടുന്ന് എത്തിന്ന് പറഞ്ഞാ. അതെ വിളിക്കാം. അതെ ഓ കൊള്ളാത്ത ഒരു ഫുഡ്. സ്പെഷ്യൽ മന്തി അങ്ങനെ എയർപോർട്ട് റോഡിലോട്ട് എൻ്റർ ആയിരിക്കുകയാണ്. അപ്പം രാവിലെ അപ്പം
പോവാണ് ദുബായിലോട്ട്. ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ഒരു 3 മാസം നമ്മുടെ കൂടെ തന്നെ ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് പോകുന്നതിൽ ഒരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ അത് പെട്ടെന്നല്ലേടാ പോകുന്നേ, പോകുന്നത് പെട്ടെന്നല്ലേ. ഇപ്പം മണ്ടനാണ് ഗൈസ്, മണ്ടനാണ് സായി, വെറും മണ്ടനാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരും. ഞാൻ പോകത്തില്ല. അല്ല, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നവരൊക്കെ ആദ്യം കയറി പോകുന്നത്. എനിക്ക് നാട് വിട്ട് പോകണ്ട ഇങ്ങനെ പറയുന്നവരാ ഫസ്റ്റ് കയറി പോകുന്നത്. നോക്കിയോ, ഞാൻ പോകും. ചിലപ്പോ ഒരു 2-3 ദിവസത്തേക്ക് ചിലപ്പോ കറങ്ങാൻ വല്ലതും പോകാന്നല്ലാതെ മറ്റ് രാജ്യത്തോട്ട് ജോലിക്കായിട്ട് എന്തായാലും ഞാൻ പോത്തില്ല ഗൈസ്. പോട്ടെ. ഇങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി ഗൈസ്. മേളിലോട്ട് ഗൈസ്. സുജേഷ് ചേട്ടന് എയർപോർട്ടിലൂടെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല ഗൈസ്. ടെർമിനൽ എവിടാന്ന് അറിയത്തില്ല ഗൈസ്. നേരത്തെ ഇന്റർനാഷണലി പോകേണ്ടതിന് പകരം ഡൊമസ്റ്റിക്കിലോട്ട് കയറി പോയി. ഇതുണ്ടോ അവിടെ ഫുള്ള് പാനൽ കയറ്റി വെച്ചേക്കും അല്ലേ? സോളാർ പാനൽ കയറ്റി വെച്ചേക്കും. അവിടെ എല്ലാം പാനൽ കയറ്റി വെച്ചേക്കും. മഴ നനക്കല്ലേ? വരൂ. സായി ഇരിക്കോ. ഒട്ടും ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. അപ്പൊ ശരി, ടാറ്റ. ടാറ്റ. അങ്ങനെ രാവിലേട്ടൻ പോയി ഗൈസ്. ഇവിടുന്ന് പോവാണ്. ഇനിയും 2 വർഷം കഴിഞ്ഞിട്ട് കാണത്തുള്ളെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആളുടെ സ്വഭാവത്തിന് ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഇനി വരും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ രാവിലേട്ടനെയും യാത്രയാക്കി ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങി. ഇനിയിപ്പം നേരെ എറണാകുളത്ത് ലുലു മോളിലോ വല്ലതും ഒന്ന് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നേരെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. എറണാകുളത്ത് ഒരാളെയും കൂടെ കാണാനുണ്ട്. കണ്ടിട്ട് നേരെ എന്തായാലും ഇനിയിപ്പോൾ നേരെ ഏവൂരോട്ട് പോവും. അത് അവിടെ നിന്ന് സായിയും സുജേഷ് ചേട്ടനെ അവിടെ ആക്കിയിട്ട് ഞാൻ നേരെ ഹരിപ്പാടിനോട്ടും പോവും. അപ്പം എന്തായാലും ബാക്കി എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലുലു മോളിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, സായിക്ക് വളരെ വലിയ കൗതുകത്തോടു കൂടിയാണ് നടക്കുക. ഇവിടെ ഇലക്ട്രോണിക്സ് എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അത് കാണാനായിട്ട് ഭയങ്കര ആവേശത്തോടു കൂടി പോവാണ്. ലാപ്പോ ഏതാണ്ടൊക്കെ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഗെയിമുണ്ടോ ഗൈസ്? ഇവനിവിടെ ഐപാഡിലും ഒക്കെ നോക്കി ഗൈസ്. സായിയെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ചേട്ടൻ ആട്ടിവിട്ട് അവനവിടെ ഗെയിമും കളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കയ്യിൽ നിന്ന് ഗെയിമും വലിച്ചു മേടിച്ച് ഗെയിം കളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അതിലാകെ ശോകം അടിച്ച് നടക്കുന്നതാണ്. പാവം ആശിച്ച് കളിച്ച് വന്നതാണ്. വിഷമിക്കണ്ട പോട്ടെ, എന്ത് ചെയ്യാനാണ് ഗൈസ്. അന്നേരം അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു വീഡിയോ അലൗഡ് അല്ലെന്ന് പറഞ്ഞ് നമ്മൾ ഇതാക്കിയിട്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ ബിയാൻകോയിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് രാത്രിയിൽ.
ഇപ്പം ഏകദേശം ഒരു 11:10 ആയിക്കുന്നു. നല്ല ബ്ലോക്കായിരുന്നു ഗൈസ്. ഞാൻ കഴിച്ചില്ല. കഴിഞ്ഞ വീഡിയോയിൽ അവളെ കൊള്ളാം ഗൈസ്, സൂപ്പർ. പൊറോട്ട പ്ലസ് ചട്നാടിയൊക്കെയാണ് പൊളി. സായി ഇങ്ങോട്ട് ഈ ചിക്കൻ കറി അറിയോ? ഗൈസ് പെരി പെരി അൽഫാം ഇവർ രണ്ടുപേരും ഓർഡർ ചെയ്തേക്കുന്നതാണ്. സെർവിങ് നൈസ്. ഇതെന്തായാലും കണ്ണന് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ എടുക്കും ഗൈസ്. എടുക്കില്ല ഞാനൊരു ശരിയെങ്കിലും ഞാനത് കഴിക്കും ഗൈസ്. വേണേ ഞാൻ തരാം. അത് കൊടുക്കില്ലേ? ഇവരെനിക്ക് തരാതിരിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇത് ഇച്ചിരിയെങ്കിലും ഞാൻ കഴിക്കാതിരിക്കത്തില്ല ഗൈസ്. ഇച്ചിരിയെങ്കിലും ഞാൻ ഇതിൻ്റെ കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല ഗൈസ്. സായിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇച്ചിരി ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ട് നൈസാണ് ഗൈസ്, അടിപൊളി പൊളി. കിടില ഐറ്റം എന്ന് പറഞ്ഞാൽ കിടില ഐറ്റം. ഗൈസ് അപ്പോൾ ഗൈസ് രാഹുലേട്ടനെയൊക്കെ കൊണ്ടാക്കി എറണാകുളത്ത് ജസ്റ്റ് ഒന്ന് ചില്ലൊക്കെ അടിച്ചിട്ട് ഇപ്പം വളരെ ലേറ്റായി വന്ന് കയറിയപ്പം. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയൊക്കെ ആയി. പിന്നെ നല്ല ടയേർഡും ആയിരുന്നു. അത്രയും ട്രാഫിക്കായിരുന്നു, ഫുള്ള് ട്രാഫിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ. ഇടയ്ക്ക് ഏവൂരിൽ നിന്ന് സായിയെ ഇറക്കി, പത്തിയൂർ സുജേഷേട്ടനെ ഇറക്കിയിട്ട് ഞാൻ കുറച്ച് മുമ്പൊന്ന് വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി എന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം എന്തായാലും ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.